ഇറാൻ ആക്രമിക്കുന്ന അമേരിക്കയല്ല, ഇസ്രായേൽ എടുക്കുന്ന 1-2 മിസൈൽ അയക്കുന്നതിൽ ഇസ്രായേലിനെ ബാധിക്കാൻ പോകുന്നില്ല. അവർ ഇമ്മീഡിയറ്റ് ത്രെട്ട് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും ബഹ്റൈനും കുവൈറ്റിനും ജോർദാനും ഒക്കെയാണ്, യു എക്കുമാണ്. ഇതിന് വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ജോർജ് ബുഷിൻ്റെ സമയത്ത് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ അതീവ വിനാശകാരികൾ ആയുധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിലൊന്നും ഒരു കാര്യമില്ല. റമദാൻ സമയത്താണല്ലോ ഈ അറ്റാക്ക്, തിരുമ്പ നടത്തിക്കൂടായിരുന്നു. എന്തുകൊണ്ടാണ് റമദാൻ നടത്തിയത്? നിങ്ങളെ പഠിച്ചതിന് വലിയ കഴിവൊന്നുമില്ല, എൻ്റെ നിങ്ങളൊന്ന് രക്ഷിക്കട്ടെ എന്നാണ് ആ മെസ്സേജ്. അത് ഓപ്പണായി പറയാത്തതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ റംസാൻ കാലത്ത് കയറി അടിക്കും. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും രൂക്ഷമാകുന്നത് റംസാൻ കാലത്താണ് കാശ്മീരിലൊക്കെ. അതിന് കാരണം അവർ റംസാൻ കാലത്ത് പഠിച്ചാൽ നമ്മളെ പ്രത്യേകിച്ച് സഹായിക്കും, അതുകൊണ്ട് നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചു. ഈ യുദ്ധം എത്രത്തോളം തുടർന്നു പോകുന്നതിനെ ആശ്രയിച്ചിരിക്കുക. പിന്നെ ഒരാഴ്ച കൃത്യമായിട്ട് അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടം ഇല്ലാതാവും. ഞാൻ ഇതിന് സപ്പോർട്ടീവാണ്. എന്തിന്? ഗൊമേനി ഇല്ലാതാവുന്നു, ഗൊമേനിയുടെ ഭരണം ഇല്ലാതാവുന്നു, അവിടെ ട്രൂലി ഡെമോക്രാറ്റിക് സിസ്റ്റം ഞാൻ അനുകൂലിക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിനായാലും കുട്ടികളെ മേലെ കാണിച്ചുകൊണ്ട് എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റും. എനിക്കത് ഇപ്പോഴും അതിൻ്റെ ഒരു ഷോക്ക് മാറിയിട്ടില്ല. നേരിട്ട് അടി കൊടുത്തത് ഖമേനിക്കും ഇറാനുമാണ് എങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വന്ന് പതിക്കുക ഇന്ത്യയിലായിരിക്കും. ഇന്ത്യ എന്നുള്ള വലിയ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശത്രുവായിട്ടുള്ള. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനെയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ താൽക്കാലിക ഭരണ സംവിധാനം അവിടെ നിലവിൽ വന്നു. സ്ഥിര നേതാവിനെ, അതായത് അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ താൽക്കാലിക സമിതിക്കായിരിക്കും, അയത്തുള്ള റാഫിക്കായിരിക്കും ഭരണ നേതൃത്വത്തിന് ചുമതലയുള്ളത്. ശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇറാൻ്റെ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലേക്ക് അവരുടെ ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുകയും ചെയ്യുന്നു. മറുവശത്ത് അമേരിക്ക, ഇസ്രായേൽ സംയുക്ത സേന ഇനി ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ നീക്കുക? എന്തായിരിക്കും അവരുടെ പദ്ധതി? ഇനി അങ്ങോട്ട് പശ്ചിമേഷ്യയുടെ സമാധാനം ഇത്തരത്തിൽ തകിടം മറിഞ്ഞ അവസ്ഥയായിരിക്കുമോ? എത്ര നാൾ കൂടി ഈ ആയുധ ഏറ്റുമുട്ടൽ തുടരും? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. 89 മുതൽ കഴിഞ്ഞ ദിവസം വരെ ഇറാൻ്റെ പരമോന്നത നേതാവ്. വളരെ തുടക്കത്തിൽ സംശയമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവിൽ അവിടുത്തെയുള്ള നേതാക്കൾക്കൊക്കെ തന്നെ. പക്ഷേ അതിനുശേഷം പടിപടിയായി അദ്ദേഹം ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. പശ്ചിമേഷ്യയിലെ പൊളിറ്റിക്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തി, നിഴൽ യുദ്ധം നടത്തുവാനുള്ള ശൃംഖലകൾ സൃഷ്ടിച്ചു. പശ്ചിമേഷ്യ അത്തരത്തിൽ മാറ്റിമറിക്കുവാൻ അതിലൂടെ തന്നെ ഖമനേയിക്ക് സാധിച്ചു. വലിയ രീതിയിൽ കരയുദ്ധം നടത്തുവാനുള്ള സന്നാഹമില്ല എങ്കിൽ തന്നെയും ആഗോള പൊളിറ്റിക്സിൽ വ്യക്തമായൊരു സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് ഇറാനെ വളർത്തിക്കൊണ്ടുവരാൻ ഖമനേയിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ആ ഖമനേയിയുടെ അന്ത്യം ഇറാൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? ഇതുവരെ ഏത് തരത്തിലാണോ നിലകൊണ്ടത് അതേ രീതിയിൽ ഇറാന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പശ്ചിമ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ ഫോഴ്സസിനായാലും ഇസ്രായേലിനാണെങ്കിൽ തന്നെയും അമേരിക്കയ്ക്കാണെങ്കിൽ തന്നെയും ഒരു തലവേദനയായി നിലനിൽക്കുവാൻ അവർക്കിനി സാധിക്കുമോ? എന്താണ് നിലവിലെ ഇറാൻ്റെ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അമേരിക്കയുടെ ഉദ്ദേശം അറബി കല്യാണം കഴിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ അവർ പിന്നെ തലവേദനയായി തുടങ്ങും. അമേരിക്ക എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പം അഫ്ഗാനിസ്ഥാനൊക്കെ അവർ അറബി കല്യാണം കഴിച്ചാണ് പോയത്. അവിടെ വന്ന് ഒരു പെണ്ണും കെട്ടി, എന്നുവെച്ചാൽ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് എതിരാളി കൊണ്ടൊന്ന് അടിച്ചൊതുക്കി അത് പെണ്ണ് കെട്ടിയെന്ന് തോന്നുന്നു. അറബികൾ അങ്ങനെ ഉണ്ടോ? അത് പെണ്ണ് കിട്ടി. അടുത്ത കാര്യത്തിന് അവർ തിരിച്ചു പോയി. അവിടെ പിന്നെയും ഭരണം ആരെ കൈ കിട്ടി? താലിബാൻ്റെ കൈ കിട്ടി. പക്ഷേ താലിബാൻ കുറച്ചുകൂടി ശക്തിപ്പെട്ടു. അതാണ് ഒരു സാധ്യത. അമേരിക്ക തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർ തീർത്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പോകാൻ അവർക്ക് പറ്റും. ഞാനിതിൽ ഗൊമേനി മാറണം, അല്ലെ ഗൊമേനിയുടെ ഭരണം അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം വെച്ചാലോ, ഒരിക്കലും അമേരിക്ക, ഇസ്രായേലോ അവിടെയുള്ള സിവിലിയൻസിനെ ആക്രമിക്കില്ല. അതൊരു അഷ്യൂറൻസ് ആയിരുന്നു. അത് 2 കാരണങ്ങളുണ്ട്. അവിടെ സിവിലിയൻസിനോട് അവർക്ക് ശത്രുതല്ലായിരുന്നു. കാരണം മുമ്പ് ഈ പറയുന്ന ഷായുടെ ഭരണമാണെങ്കിലും അവർ അമേരിക്കൻ ഈ ഇസ്ലാമിസ്റ്റുകൾ വെച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ആ ഒരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തവരാണ്. 2, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാർക്ക് ഇന്ത്യ കഴിഞ്ഞാൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്തത് അവരാണ്. നല്ലൊരു സൗഹൃദം അവർക്കുണ്ടായിരുന്നു. അത് അതിന് ഹിസ്റ്റോറിക്കലി തന്നെ ബാബിലോണിയയിലെ രാജാവ് AD 300 അവരെ 400 അടിമകളായി പിടിച്ചുകൊണ്ട് ബാബിലോണിയയിലേക്ക് രാജ്യത്തെ തകർത്ത് കളഞ്ഞു.
അത് കഴിഞ്ഞിട്ട് അവരെ മോചിപ്പിക്കുന്ന സേഴ്സസ് എന്ന പേരുള്ള പേർഷ്യയിലെ രാജാവാണ്. അതുകൊണ്ട് അവർക്ക് ബൈബിളിൽ ഭയങ്കര നല്ല രീതിയിൽ നല്ല പരാമർശിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് പേർഷ്യ. അതുകൊണ്ട് ഇസ്രായേലിലെ സിയോണിസ്റ്റുകളാണെങ്കിൽ പോലും നെതന്യാഹു എല്ലാം ജനങ്ങൾക്കെതിരെയല്ല, ഭരണകൂടങ്ങൾക്കെതിരെയാണ്. അപ്പോൾ അവർ ആദ്യം അറ്റാക്ക് നടത്തിയപ്പോൾ അവർ അറ്റോമിക് കേന്ദ്രങ്ങളിലും അങ്ങനെ ഭരണ കേന്ദ്രങ്ങളിലും മാത്രമേ അവർ അറ്റാക്ക് നടത്തിയിട്ടുള്ളൂ, സിവിലിയൻസിനല്ല. ശരിയാണ്. പക്ഷേ ഈ അറ്റാക്കിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് 100-200 കുട്ടികളെയാണ്. അത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇവർക്ക് ഇത് ആ സിസ്റ്റത്തിനുള്ളിൽ ഇവർക്ക് നല്ല ചാരന്മാരുണ്ട്. കാരണം ഇസ്രായേലായിട്ട് നല്ല ബന്ധം ഷായുടെ കാലഘട്ടത്തിൽ എല്ലാം പർജ് ഔട്ട് ചെയ്യാനൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ അവർ ആരൊക്കെ എവിടെ ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അവർ കൊളാട്രൽ ഡാമേജ് എന്ന് പോലും പറയാൻ പറ്റില്ല. അതെന്തോ ഒരു ബോധപൂർവമായി ചെയ്തതുപോലെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്തതുപോലെ ഉണ്ട്. 160 കുട്ടികളെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് യുദ്ധമാണെങ്കിലും കുട്ടികളെ വെറുതെ വിടുക എന്നുള്ളത് സാധാരണഗതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകളും കുട്ടികളുമാണ് അതിൻ്റെ ദുരന്തം. പക്ഷേ പൊതുവേ യുദ്ധത്തിന് പരമാവധി കുട്ടികളെ ശ്രദ്ധിക്കും. കുട്ടികൾക്കൊന്നും പറ്റാതിരിക്കുക. എല്ലാ സംഭവം ഇന്ത്യയിലൊക്കെ തന്നെ കുട്ടികളെ ഉപദ്രവിക്കില്ലായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ ഉപദ്രവിക്കില്ലായിരുന്നു. ഇപ്പം യൂറോപ്പിൽ ക്രിസ്തുമതം വരുന്നതിന് മുമ്പുള്ള യുദ്ധങ്ങളാണ് ഭീകരമായ യുദ്ധങ്ങൾ. കുട്ടികളെ കൊന്നുകളയായിരുന്നു. ക്രിസ്തുമതത്തിൻ്റെ ഈ ലോകത്തിന് അല്ലെങ്കിൽ യൂറോപ്പിനോട് ക്രിസ്തുമതം കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റി എന്നുള്ളതാണ്. ക്രിസ്തുമതം യൂറോപ്പിൽ വന്ന് മറ്റു മുമ്പുടെ ഹിന്ദുമതം പോലെ മതങ്ങളെ നശിപ്പിച്ചതിന് ഞാനെതിരാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുമതം ഉണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അതിക്രൂരം യൂറോപ്യന്മാരുടെ ബ്ലഡിൽ തന്നെ ഉള്ളതാണ്. കാരണം അവിടുത്തെ തണുപ്പുരം കൊണ്ട് ഭയങ്കര ക്രൂരന്മാരാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് യുദ്ധത്തിലെല്ലാം തന്നെ ഭീകരമായിട്ട് കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുക, ആ പരിപാടി നിർത്തിപ്പിച്ചു. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ലോകത്തിൽ, എസ്പെഷ്യലി യൂറോപ്പിൽ. അപ്പം അമേരിക്ക ഈ യുദ്ധം നടത്തുന്നത് ഒന്ന് ക്രിസ്ത്യാനിറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ്. ട്രംപ് 2 ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ത്രീ കുട്ടികളൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ അല്ലാത്തവരെല്ലാം വിറക് വെട്ടുകാരും ഈ വെള്ളം കോരികളുമാണ്. അവർക്ക് കണ്ണു ചൊരയൊന്നും അക്കാര്യത്തിലില്ല. അവർക്ക് അവരുടെ ലാഭം. അതാണ് ജൂതൻ. ഷേക്സ്പിയറിൻ്റെ കാലം തൊട്ട് അതിന് മുമ്പ് യൂറോപ്യൻ ലിറ്ററേച്ചറിൽ വില്ലനാണ് ജൂതൻ. ഷൈലോക്കിനൊക്കെ അറിയാലോ. പക്ഷേ അവർക്ക് ഇറാനിലെ ജനങ്ങളോട് അവർക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് അതുമില്ല എന്നുള്ളത്. ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ നെഗറ്റീവ്, ഞാനൊക്കെ ഗൊമേനി തീർന്നു കിട്ടാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യം വേണം, ആ രാജ്യം മുന്നോട്ട് വരണം. അത് ജനങ്ങളെങ്ങനെ ഇവന്മാരുടെ കുറച്ച് ആളുകളെ താല്പര്യത്തിന് ജനങ്ങളെ ചങ്ങലക്കിട്ട് ചരിത്രത്തിൽ പിന്നോട്ട് ഉപരോധങ്ങളെ കൊണ്ട് ഭാഷം കെടുത്തി പിന്നോട്ട് കൊണ്ടുപോകരുതല്ല. ഇന്ന് കാണുന്ന ആധുനിക സിവിലൈസേഷൻ എല്ലാം തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ ഇറാനാണ്. അവിടെയാണ് ആദ്യമായിട്ട് നെല്ല് കൃഷി തുടങ്ങിയ സ്ഥലമൊക്കെയാണ്. ഈ ആര്യന്മാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലോകത്തെ മറ്റു സ്ഥലം വന്ന് ഇടയ്ക്ക് താമസിക്കുകയും നെൽകൃഷി ഒക്കെ അവർ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ഇറാനിയൻസ് വളരെ ലോകത്തെ ആദ്യത്തെ സിവിലൈസേഷനാണ്. അപ്പോൾ അങ്ങനെ സിവിലൈസേഷൻ അവർ മതത്തിൻ്റെ പേരും വന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഭരണം അത് അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ആ ട്രംപിന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ട്രംപ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ കൊള്ളാവുന്നത്. പക്ഷേ ഈ സിവിലിയൻസിന് എസ്പെഷ്യലി ഇവർക്കറിയാം, ഇസ്രായേൽ അമേരിക്കയൊക്കെ ആരൊക്കെ എവിടെയൊക്കെയെന്നൊക്കെ അറിയാം. കുട്ടികളെ ടാർഗറ്റ് ചെയ്തത് അതൊരു അബദ്ധമല്ല അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോധവുമായിരിക്കും. അല്ല, ഇവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇനിയിപ്പോൾ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ അടിയിലായിരുന്നു കമ്പനി താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണെന്നൊക്കെ അമ്മമാർക്ക് അങ്ങനെ ആണെങ്കിൽ ഈ ബങ്കർ തകർത്തിട്ട് ബങ്കറിനെ മാത്രം തകർക്കുന്ന ബോംബൊക്കെ ഉണ്ട് അമ്മമാരായിരിക്കും. ഇവന്മാരെല്ലാവരെയും ആദ്യം ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് സ്കെച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണ്. ഈ റമദാൻ സമയത്താണല്ലോ ഈ അറ്റാക്ക്. തിരുമ്പ് നടത്തിക്കൂടായിരുന്നു. എന്തുകൊണ്ടാണ് റമദാൻ നടത്തിയത്? നിങ്ങളെ പഠിച്ചതിന് വലിയ കഴിവൊന്നുമില്ല, ഉണ്ട് നിങ്ങളൊന്ന് രക്ഷിക്കട്ടെ എന്നാണ് ആ മെസ്സേജ്. അത് ഓപ്പണായി പറയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവും. അതാണ്. അല്ല, ഈ സയോണിസ്റ്റുകൾക്കും ഈ പറയുന്ന തീവ്ര വലതുവശം, ഞാൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നില്ല, അമേരിക്കയിൽ അവർക്കൊരു ആൻറ്റി മുസ്ലിം ഇസ്ലാമുണ്ട്. അപ്പോൾ ഈ അള്ളാഹ്ക്ക് ഒരു ശക്തിയും ഇല്ല, നമുക്കാണ് ശക്തി. നിങ്ങൾ അള്ളാഹ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തിക്കല്ലോ എന്ന മെസ്സേജ് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയത് അങ്ങനെ ആയിരിക്കും. ഒന്ന് അല്ലാത്തിനെ എന്തിനാണ് ട്രാക്ക് ചെയ്തുകൊണ്ടോ ഇത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം പറഞ്ഞു കേൾക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണം. അതായത് ഇത്തരത്തിൽ ഒരു സൈനിക സന്നാഹം ഇറാന് ചുറ്റും അമേരിക്ക തീർത്തു. അതിനെ പ്രതിരോധിക്കുവാനായി ഇറാൻ്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉടനുണ്ടാകും. അതിൻ്റെ ഉന്നത യോഗം ചേരുന്നു ഈ ശനിയാഴ്ച. അതിന് മുന്നോടിയായി അവിടെ ആക്രമിക്കുകയായിരുന്നു. ഇതാണ് അവർക്ക് ലഭിച്ച ഒരു വിവരം. ഇതിന് വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ജോർജ് ബുഷിൻ്റെ സമയത്ത് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ അതീവ വിനാശകാരികൾ ആയുധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിലൊന്നും ഒരു കാര്യമില്ല.
ഇത് അവർക്ക് മുമ്പേ നടത്താമായിരുന്നു. ഇത് കൊണ്ടുവച്ച് വലിച്ചിട്ട് റംസാൻ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അതൊരു മെസ്സേജാണ്. നിങ്ങളെ ദൈവത്തിന് ശക്തിയില്ല കണ്ടതാണ്, നമ്മളെ ദൈവത്തിന് ശക്തിയില്ല. ഇവർ രണ്ടിനും ഭയങ്കര വിശ്വാസികളാണ്, നെതന്യാഹുവും ട്രംപും. നമ്മളെ ദൈവത്തിന് ശക്തിയില്ലാതെ നമുക്ക് ഇങ്ങോട്ട് പണിഞ്ഞ് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ തിരിച്ച് പണിഞ്ഞ് കാണിക്കുന്നുള്ള മെസ്സേജാണ്. ഓക്കെ, ആകെ വേറെ അജണ്ടയുണ്ട്, അത് പോട്ടെ. അത് അങ്ങനെ ഒരു അക്രമം വിളിച്ച് വരുത്താതിരിക്കാനുള്ള ഒരു എന്താണ് പിന്നെ ബുദ്ധി കാണിക്കേണ്ടിയിരുന്നത് ഇറാനിലെ ഭരണകൂടമാണ്. കാരണം അവർ അമേരിക്കയുടെ മുട്ടാൻ ശേഷി അവർക്കുണ്ടോ? ലോകത്തെ ഏത് രാജ്യത്ത് നിന്ന് അമേരിക്കയുടെ മുട്ടാൻ ശേഷിയുള്ളത്? ഒരു രാജ്യം ശരിയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ ജപ്പാനെയൊക്കെ പോലെ അമേരിക്കയായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ്. ജപ്പാൻ അവരുടെ സംസ്കാരവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അമേരിക്കയായിട്ട് കോംപ്രമൈസ് ചെയ്ത ഒരു രാജ്യമാണ്. ജപ്പാൻ അണുവായുധം ഉണ്ടാക്കിയില്ലല്ലോ, ശ്രമിച്ചാൽ ജപ്പാൻ തീർന്നു. അപ്പോൾ അതവർ ചെയ്തില്ല. അത് ആ ജനങ്ങൾ അമേരിക്കയെ പോലെ ഒരു ശത്രുവിനെ ഉണ്ടാക്കി അവർക്ക് ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങൾ ഒറ്റിക്കൊടുത്ത ഈ ഹമാസ് പോലെ തന്നെ ഇവരാണ്. ഈ റംസാൻ സമയത്ത് മുസ്ലിംസിനെ അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങളുടെ ദൈവം ഞങ്ങൾക്കാണ് പാവം കണ്ടില്ലേ, നിങ്ങളുടെ ദൈവം എവിടെ എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. രണ്ട്, മുസ്ലിങ്ങൾ റംസാൻ കാലത്ത് കയറി അടിക്കും. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും രൂക്ഷമാകുന്നത് റംസാൻ കാലത്താണ് കാശ്മീരിലൊക്കെ. അതിന് കാരണം അവർ കാണുന്നത് റംസാൻ കാലത്ത് പഠിച്ചാൽ നമ്മളെ പ്രത്യേകിച്ച് സഹായിക്കും, അതുകൊണ്ട് നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ റംസാൻ കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്ന വിശ്വാസമുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഇത് രണ്ടും. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് കുരിശുയുദ്ധത്തിൻ്റെ ഒരു ലാസ്റ്റ് ഫേസാണ്. കുരിശുയുദ്ധം അന്നോടുകൂടി തീർന്നിട്ടൊന്നുമില്ല. കുരിശുയുദ്ധം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സെലാഡീസാണ് കുരിശുയുദ്ധത്തിൽ ഇവരെ ക്രിസ്ത്യൻ സൈന്യത്തെ കത്തോലിക്ക സൈന്യത്തെ തോൽപ്പിച്ചത്. സെലാഡീസിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പം സ്ഥലം പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ. സഖ്യസൈനികർ പറഞ്ഞ സലാഡീൻ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. സലാഹുദ്ദീൻ എന്ന് ഒരു മുസ്ലിംസ് പറയും, സലാഹുദ്ദീൻ അയ്യൂബി. അതിനുശേഷം ഇങ്ങോട്ട് ആക്സിസ് ഓഫ് ഈവിൾ എന്നുള്ളൊരു ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ പിന്നെ 9/11 കഴിഞ്ഞ ഉടനെ നമ്മളെ ജോർജ് ബുഷ് ജൂനിയർ പറഞ്ഞതാണ് ഐ വാണ്ട് ടു ത്രാഷ് ദ ആക്സിസ് ഓഫ് ഈവിൾ. അതിലാണ് ഏതൊക്കെ വരുന്നിരിക്കുന്നത്. ഈ നോർത്ത് കൊറിയ ഉണ്ട്, ഇറാനുണ്ട്, പിന്നെ ഇറാഖും ചെയ്തിരിക്കുന്ന അതാണ്. അപ്പം ഇത് കുരിശുയുദ്ധത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. നമ്മൾ കുരിശുയുദ്ധം തീർന്നു വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേരുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് കുരിശുയുദ്ധത്തിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി പോലും ഈ മുസ്ലിം രാജ്യങ്ങൾക്കില്ല. കാരണം ഇറാൻ ആരെയാണ് ആക്രമിക്കുന്നത്? ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന അമേരിക്കനല്ല. അമേരിക്കയിലേക്ക് അവർക്ക് എത്താനുള്ള മെസ്സേജ് സാധനങ്ങളൊന്നും അവരെ ഇല്ല. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളെയാണ്. ഈ മുസ്ലിം രാജ്യങ്ങളുടെ പ്രശ്നം എന്താ? അവർ ഇറാനെ ശത്രുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പം പ്രവാചകൻ്റെ അനന്തരവനെ തലവെട്ടിക്കൊന്ന് ടീമാണല്ലോ നമ്മൾ സുന്നികൾ. അപ്പം ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഈ മത്സരം അവിടെ കിടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ പറയുന്ന ഇസ്ലാമിനോട് വല്ല സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം വരുമ്പോഴെങ്കിലും ആലോചിച്ചൂടെ, ഇവരാരാണ് കൊല്ലുന്നത് ഈ റംസാൻ മാസത്തിൽ? അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറബ് സുന്നി രാജ്യങ്ങൾക്ക് നേരെയാണ് ഇവർ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. കൊല ചെയ്യപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്, അതിലധികവും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവന്മാർക്ക് തന്നെ ഇവരുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ പാകിസ്ഥാനിലും ഇവിടെ ഇന്ത്യയിലൊക്കെ കിടന്ന ഓരോരുത്തന്മാർ അമേരിക്കക്കെതിരെ കൊടി പിടിക്കുന്നല്ലോ. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരാണ്? ഈ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കുന്ന അമേരിക്കയല്ല, ഇസ്രായേൽ എടുക്കുന്ന 1-2 മിസൈൽ അയക്കുന്നതല്ല ഇസ്രായേലിനെ ബാധിക്കാൻ പോകുന്നില്ല. അവർ ഇമ്മീഡിയറ്റ് ത്രെട്ട് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും ബഹ്റൈനും കുവൈത്തിനും ജോർദാനും ഒക്കെയാണ്, യു എയ്ക്കുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം അമ്മിലടിച്ചില്ലാതാവും. ഇനി രണ്ട്, ഇറാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ സുന്നി മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കനെ കൂട്ടുപിടിക്കുന്നത്? അമേരിക്കനെ കൂട്ടുപിടിക്കാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ആ രാജ്യങ്ങളെ ഈ സുൽക്കി സുൽത്താൻ ഇല്ലാതായപ്പോൾ ഇല്ലാതാക്കിയവരെല്ലാം കൂടിയാണ്. ഇല്ലാതാക്കിയ സമയത്ത് അവർക്ക് ആവശ്യമായ സപ്പോർട്ടെല്ലാം കൊടുത്ത അമേരിക്കയാണ്. അമേരിക്ക സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ ഈ തീവ്രവാദികൾ ഭരണം പിടിക്കും, ഇസ്ലാമിക കൊണ്ട് പോലെയുള്ള. പിന്നെ അതൊരു ഭീകരവാദികളുടെ കേന്ദ്രമായിട്ടൊന്നും ആവും. പിന്നെ അമേരിക്ക അതും വന്നുകൊണ്ട് അവിടെ പോകുമ്പോൾ ഇസ്രായേലും ഇതിന് ആ പ്രദേശം മൊത്തം അവർ കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാനൊക്കെ തന്നെ അമേരിക്കയായിട്ട് വളരെ ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് ഉടക്കിയതാണ്. പക്ഷേ പിന്നെ അദ്ദേഹം കൈ കൊടുക്കേണ്ടായി. ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഇസ്ലാമിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടി പിടിക്കുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധം നമ്മളെക്കാട്ടും ഉണ്ടാവേണ്ടി അവർക്കല്ലേ? അവർക്കില്ല. ഇപ്പോൾ പ്രതിഷേധം എല്ലായിടത്തും ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. രണ്ട്, ഞാനൊരു ലിബറൽ ഡെമോക്രാറ്റാണ്, ഞാൻ ലെഫ്റ്റ് നാഷണലിസ്റ്റുമാണ് എൻ്റെ പൊസിഷൻ. മനസ്സിലായി? അപ്പം ഒരു ലിബറൽ ഡെമോക്രാറ്റ് എന്നുള്ള ഇൻ്റർനാഷണൽ എൻ്റെ പൊസിഷൻ ആണ് ലിബറൽ ഡെമോക്രാറ്റ്. ഇൻ്റർനാഷണൽ ഞാൻ
ഇൻ്റർനാഷണൽ വിഷയങ്ങളെടുത്ത് എൻ്റെ സ്റ്റാൻഡ് അല്ല, ഞാൻ ഇൻ്റർനാഷണൽ ഒന്നായിട്ടല്ല. അവർ ലിബറൽ ഡെമോക്രാറ്റ് സ്റ്റാൻഡ് എടുക്കുക. ഇറാനിലെ ഈ മതഭരണകൂടം ഇല്ലാതാവേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്, അതാണ് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ നടത്തുന്ന സമരങ്ങളെല്ലാം അതിതീവ്രമായിട്ടാണ് അവർ അടിച്ചമർത്തുന്നത്. അങ്ങനത്തെ ഭരണകൂടം ഇല്ലാതാവണം. അത് അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമേ പറ്റില്ല. അത് മിലിറ്ററി ഈസ് വെരി സ്ട്രോങ്. അതിന് അമേരിക്ക മറ്റേ അറ്റാക്ക് ചെയ്താലേ നടക്കുള്ളൂ. അതാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ അതിൽ ഈ പാവപ്പെട്ട കുട്ടികളെയും മറ്റും ആക്രമിക്കുക, സിവിലിയൻസിനെ ആക്രമിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് ആര് ചെയ്താലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രിസൈസ് ആയിട്ട് ആക്രമിക്കാൻ ഉള്ള സാങ്കേതിക വിദ്യ രാജ്യങ്ങളാണ്. ഇസ്രായേലും പിന്നെ അവർ അമേരിക്കയും ഒക്കെ. രണ്ടാമത് ഇത് ഈ പറയുന്നത് പോലെ റംസാൻ മാസത്തിൽ നടത്തിയെന്ന് വെച്ചാൽ ഒരു ഈ പറയുന്ന ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലൊരു അത് ആക്രമണം പിന്നെ വേണ്ടിയിരുന്നില്ല. അത് ദൈവങ്ങൾ തമ്മിലുള്ള കളി, അത് ദൈവങ്ങൾ തമ്മിൽ തീർക്കട്ടെ. അതായത് നമുക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. നേരത്തെ ആകാമായിരുന്നു കുറച്ചുകൂടി. അവർ ചെയ്ത അതുകൊണ്ടാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എന്തുകൊണ്ടാണ് മുമ്പ് നമ്മൾ എപ്പിസോഡ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അണുവായുധം ഉണ്ടാക്കുന്ന അവർ തടഞ്ഞില്ലല്ലോ. പാകിസ്ഥാൻ ഇമ്മീഡിയറ്റ് അവർക്ക് ത്രെട്ടല്ല, ഒന്നും ഇസ്രായേലിന് ഒരു ത്രെട്ടല്ല. രണ്ട്, അവരെ സംബന്ധിച്ച് ഈ മേഖലയിൽ അവർക്ക് ഏറ്റവും വലിയ ത്രെട്ട് ഇന്ത്യയും ചൈനയാണ്. ചൈനേനെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ചൈന ആദ്യം മിലിറ്ററി സ്ട്രോങ് ആയി വന്നു. അവർ പിന്നെ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത രംഗത്ത് കൈവരിച്ചു. പിന്നെ അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് ഇന്ത്യയാണ്. മാത്രമല്ല അവിടെ കമ്മ്യൂണിസത്തെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയിലെ സംസ്കാരത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സംസ്കാരമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ തകർത്തിട്ട് അവരുടെ വെസ്റ്റേൺ കൾച്ചർ, യൂറോപ്യൻ കൾച്ചർ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഏറ്റവും ശക്തമായി നടക്കുന്നു. എന്നാൽ ആണവായുധം കൂടി കയ്യിലുള്ള ശക്തമായ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ പാകിസ്ഥാനെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സഹായിച്ചത്. പാകിസ്ഥാൻ അവർ ശക്തിപ്പെടുത്തുന്നു. ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനാണ് എംബസിക്ക് അത് തല്ലിയത്. അതെ, കറാച്ചിയിലെ എംബസിയിൽ. അതെ, അപ്പോൾ അവിടെ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു, 9 പേർ കൊല്ലപ്പെട്ടു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ഈ എല്ലാം മറച്ചു വെച്ച് ലിബറൽ സാധനം ഈ പറഞ്ഞങ്ങ് പറയും. ഇത് മതമൊന്നല്ല, രാഷ്ട്രീയം മതമല്ല, ഇത് കൃത്യമായ മതമുണ്ട്. അപ്പോൾ അത് പിന്നെ ഒബാമയോ അല്ലെങ്കിൽ കമലാ ഹാരിസോ എന്ന് പറഞ്ഞാൽ നമുക്ക് മതം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ മതമുണ്ട്. ഇത്രയും ഡ്രാഗ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇറാനിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം. അവിടെ ആരായിരിക്കും ഇനി ഭരണത്തലപ്പത്തേക്ക് വരുന്നത്? അടുത്തത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ മോജ്തബ ഖൊമനേയി ആയിരിക്കും എന്ന് നേരത്തെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആര് വന്നാലും ദേ ഷുഡ് ഫാൾ ഇൻ ലൈൻ. ഓക്കെ, അമേരിക്ക പറയുന്നത് പോലെ അവർ ഭരിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊന്നും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. രണ്ട്, അമേരിക്ക ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവന്ന കുറേ കാലം അതിനെതിരെ റെസിസ്റ്റൻസും 5-10 വർഷം നിൽക്കും. ഇസ്ലാമിക് ബ്രദർഹുഡും ഈ പറയുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ ബോംബൊക്കെ സംഭാവന ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇറാഖ് പോലെയാണ്. 5 വർഷം ബോംബ് പൊട്ടി ഒരുപാട് പാവങ്ങൾ മരിക്കും. പിന്നെ അത് കൺട്രോളിൽ വരും. ആദ്യം റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ മേഖല ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും. പിന്നെ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് വിധേയമായി ജാപ്പാൻ പോലെയുള്ള ഒരു സംഭവമായിട്ട് അത് മാറും. ഓക്കെ, കാരണം ഈ യുദ്ധം എത്രത്തോളം തുടർന്നു പോകുന്നതിനെ ആശ്രയിച്ചിരിക്കുക. പിന്നെ ഒരാഴ്ച കൃത്യമായിട്ട് അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടം ഇല്ലാതാവും. അതിനുള്ള ശേഷിയൊക്കെ അവർക്കുള്ളൂ. അല്ല, ഇതിപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഖമനേയി തയ്യാറാക്കിയ പിൻഗാമികളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ മകനില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ 4 പേരാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത സമിതിയുണ്ട്, പുരോഹിതന്മാരുടെ സമിതിയുണ്ട്. ഇവരൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത് ആരായിരിക്കണം ഇനി അടുത്ത പരമോന്നത നേതാവ് എന്നുള്ളത് സംബന്ധിച്ച്. ആരായിരുന്നാലും അമേരിക്കയ്ക്ക് അടിപ്പെടണം. അല്ല എന്നുണ്ടെങ്കിൽ ഷാ റസ പഹ്ലാവി തിരികെ എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ചർച്ചയും നടക്കുന്നു. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവച്ച് വെക്കില്ല. അങ്ങനെ വെച്ചാൽ ജനങ്ങൾ ഭയങ്കര എതിരാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് അവിടെ ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആരെങ്കിലും പിടിച്ചിട്ട് നേതാവാക്കും. ഇപ്പോൾ പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 5-10 വർഷം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നല്ല ജീവിതമൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല വണ്ടികളൊക്കെ അവിടെ ഇറക്കി നല്ല ഫോണും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പതുക്കെ ഗവൺമെൻറ്. അതാണ് ജനങ്ങളുടെ സൈക്കോളജി. നിങ്ങൾ SFIക്കാരെ കണ്ടില്ലേ? SFIക്കാരെ എന്തൊക്കെ പറയും, ജോരച്ചാലുകൾ മറ്റേ മറിച്ച്. വൺസ് ഏതെങ്കിലും അധികാര കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിനെക്കാളും കഷ്ടമാവും. പിന്നെ ആ പാടെ ഗുണം എന്ന് വെച്ചാൽ എന്ന പരിപാടി കയറ്റെടുത്ത് നടപ്പില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് ചെയ്തു കൊടുക്കും. അത് നടപ്പിലാക്കാനുള്ള സിസ്റ്റമുണ്ട്. അല്ല, ഇതിപ്പോൾ അമേരിക്കൻ ആക്രമണത്തിന് മുൻപും അതിന് ശേഷവും ഇറാനിൽ 2 പക്ഷത്തു നിന്നും ജനങ്ങളുടെ, അതായത് ഒന്ന് ഖമേനി ഭരണകൂടത്തെ അനുകൂലിച്ചുകൊണ്ടും ജനങ്ങൾ മറ്റേ പാവപ്പെട്ട ജനങ്ങൾ എതിർത്തുകൊണ്ടും പ്രകടനങ്ങൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പഠനങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, ഇപ്പം ഇന്ന് കേട്ട സംഭവിച്ചാൽ എതിർത്തിരുന്നവർ പോലും ഇപ്പം രാജ്യത്തിൻ്റെ താല്പര്യത്തിൽ ഒന്നിച്ചു വന്നു. എനിക്ക് തോന്നുന്നില്ല അവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ബോംബിട്ടതിൻ്റെ പേരിലായിരിക്കും. അതാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് രാജ്യത്ത് കുട്ടികളോട് അങ്ങനെ കാണിക്കുന്ന നമുക്ക് അംഗീകരിക്കും. പിന്നെ അവരത് ചെയ്യും. ട്രംപും ചെയ്യും, അത് ഇസ്രായേലും ചെയ്യും. 2 കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് ലാഭം മാത്രമാണ്. ഈ സയോണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെ അവരെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ അവർ കൂട്ടിയിട്ടില്ല. അതായത് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയായിട്ട് കമ്മിറ്റ്മെൻറ്റ് നിലനിർത്തുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ അടിക്കണമെങ്കിൽ ഇന്ത്യ വേണം. അതാണൊന്നും അല്ല, നമ്മളുള്ള അത്രയുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ കച്ചവടമാണ്. ക്രിസ്ത്യാനിറ്റീനൊക്കെ അവർ ഉപയോഗിക്കുക അവരുടെ കാര്യത്തിന്, ബേസിക്കലി കച്ചവടമാണ്. അപ്പോൾ ഇത് 1 മാസത്തെ അക്രമം നടത്തുന്ന സമയത്ത് അത് കുറേ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് അതും കൂടി ഓക്കെ, അതും കൂടി വന്നോട്ടെ, നിങ്ങൾക്കൊരു ബോണസും നമുക്കിവിടെ കച്ചവടവും. അതാണ് അവരുടെ ലൈൻ. രണ്ടാമത്തെ കാര്യം, മരിക്കുന്നത് മുസ്ലിം കുട്ടികളാണ്. നമുക്കെന്ത് പ്രശ്നം? വെള്ളക്കാർ കുട്ടി ജൂതത്തിൽ കുട്ടി മരിച്ചാലല്ലേ നമുക്ക് വിഷമമുള്ളൂ. അതാണ് കാര്യം. മുസ്ലിം പിള്ളേർ മരിച്ചാൽ നമുക്കെന്താ? വേറൊന്ന് അവിടെയാണ് ഇന്ത്യനെ നമ്മൾ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്തൊന്നും നമ്മൾ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാൻ പിടിച്ചടക്കാൻ ശേഷി നമ്മൾ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ പണ്ടത്തെ വീഡിയോ പറഞ്ഞ നമ്മുടെ ധാർമ്മികത. അങ്ങനെ സാധനം അവർക്കില്ല. ഇല്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ശക്തികൾക്കും അത്തരത്തിലൊരു ധാർമ്മികത ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇല്ല, അതാണ് ഇവർക്ക് നമ്മളെ പേടിയും. ഈ ധാർമ്മികത എങ്ങനെ നിൽക്കണമെങ്കിൽ ഇത് മറ്റേ ഈ സിനിമ ഉണ്ടല്ലോ, എക്കോ സിനിമയിലെ പിന്നെ മലേഷ്യക്കാരി ചേട്ടത്തിയില്ലേ, അതേപോലെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാകും നിഗൂഢമായിട്ടുള്ള. അതാണ് ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞത്. ഇപ്പോൾ ഈ യുദ്ധ സമയത്ത് പോലും ഈ ധാർമ്മികത ഉയർത്തി പിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആണെങ്കിൽ അതിന് അദൃശ്യമായൊരു ഈ ചേട്ടത്തിനെ പോലുള്ള എന്തൊരു സാധനമുണ്ട്, ഒരു നിഗൂഢ ശക്തി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇറാനിലേക്ക് ഇനി ഏത് തരത്തിലുള്ള സൈനിക നീക്കമായിരിക്കും അവർ നടത്തുക എന്നുള്ളതും, ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ലോകത്തിൻ്റെ ചരക്ക് നീക്കം, ലോകത്തിൻ്റെ വാണിജ്യം, ഇപ്പോൾ തന്നെ പെട്രോളിയം വില കുതിച്ചുയരും, സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതെല്ലാം അവർ ആലോചിച്ച് ഒപ്പിച്ചതാണ്. ഞാൻ ഇതിന് സപ്പോർട്ടീവാണ്. എന്തിന്? ഗൊമേനി ഇല്ലാതാവുന്നു, ഗൊമേനിയുടെ ഭരണം ഇല്ലാതാവുന്നു, അവിടെ ട്രൂലി ഡെമോക്രാറ്റിക് ബൂഷ ഡെമോക്രാറ്റിക് സിസ്റ്റം ഞാൻ അനുകൂലിക്കുന്നു. ഓക്കെ. പക്ഷേ ഈ യുദ്ധത്തിനായാലും കുട്ടികളെ മേലെ കാണിച്ചുകൊണ്ട് എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റും. എനിക്കത് ഇപ്പോഴും അതിൻ്റെ ഒരു ഷോക്ക് മാറിയിട്ടില്ല. അതെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക. വെറുതെ ഇവിടെ നിന്ന് ഡയലോഗ് അടിച്ചിട്ട് അമേരിക്ക എംബസിയിൽ പോയി മുദ്രാവാക്യം വിളിച്ചൊന്നും കാര്യമില്ല. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ രീതി ചെയ്യണം. മനസ്സിലായി? നമുക്കന്ന് അതിനുള്ള ശേഷിയില്ല ചെയ്യാനുള്ള. അപ്പം അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ അയാൾ മാറി നന്നായതാണ്. ഇനി അമേരിക്ക എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അമേരിക്ക നേരിട്ട് സൈന്യത്തെ ഇറക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അമേരിക്ക പട്ടാളക്കാർ വെടികൊണ്ട് മരിച്ചാൽ ഭയങ്കര പ്രശ്നമാവും. അതിനുള്ള ശേഷി കരയുദ്ധം നടത്തുമ്പോൾ അവർക്ക് ഒത്തിരി ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമേരിക്ക അത് ഈ ഡ്രോണിനെ വെച്ചും എയർഫോഴ്സിനെ വെച്ചോ കളിക്കാനാണ് സാധ്യത. ഓക്കെ. വേറൊരു വിഷയത്തിലേക്ക് വരുന്നത്, എത്ര സമയം ഇനി എത്ര ദിവസം ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരു ചോദ്യം വരുന്നത്. കാരണം ഇവർ കൂടുതൽ സമയം പിടിച്ചു നിന്നാൽ അയൽ രാജ്യങ്ങളിലേക്ക് ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ല, ഇവർ ഒരു 2 ആഴ്ച കൂടുതൽ പിടിച്ചിരിക്കാൻ നിൽക്കാനില്ല. അപ്പോൾ ഇനിയും 2 ആഴ്ച പിടിച്ചേക്കാൻ സാധ്യതയുണ്ട്. അത്രയും പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്നതിൻ്റെ മതിൽ ഉള്ളിൽ പൊട്ടിച്ചു തുടങ്ങും. ഈ പിന്നെ ഗവൺമെൻറ് പ്രക്ഷോഭം നടത്തിയ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക, അങ്ങനെയുള്ള അട്രോസിറ്റീസിലൊക്കെ അവർ കടക്കും. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേറെ താല്പര്യം കൂടി ഉണ്ടാവും. ആ മേഖലയെ മൊത്തം ഡീസ്റ്റെബിലൈസ് ചെയ്യണം. നന്നായി പോരുത്. അപ്പോൾ അവിടെ നന്നാവണമെന്ന് അവർക്കുണ്ടെങ്കിൽ അവർ അത്യാവശ്യം ലിമിറ്റഡ് മിലിറ്ററിനെയൊക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പുതിയ ഭരണകൂടത്തെ കൊണ്ടുപോകാൻ ഒരു 5 വർഷം കൊണ്ട് ജപ്പാനിൽ ചെയ്ത പോലെ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് സൗദിയിൽ അവിടെ നിന്ന് പൊട്ടി. ഇവന്മാർ ഈ ഷിയ ഇറാനിൽ നിന്നുള്ള ഭീകരവാദികളാണ് 78 മറ്റേ നമ്മളെ കയബയെ പോയിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അവന്മാർ ടീമാണ്. അവന്മാർ കുറച്ചെണ്ണം ഒരുത്തനെ കൊല്ലണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 പേരെ കൊല്ലാൻ ബുദ്ധിമുട്ടുള്ളൂ. ട്രംപിനെയും നരേന്ദ്രമോദിനെയും പിണറായിനെയും. കാരണം അമ്മാതിരി സിസ്റ്റമാണ്. ബാക്കി സാധാരണ ഗതിയിൽ ഈ എന്താണ് ഈ പറഞ്ഞ പബ്ലിക്കിനെ ഉപദ്രവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ. അല്ല, ഇതിപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു വിഷയത്തിൽ അയൽ രാജ്യങ്ങളിലെ നടത്തിയ മിസൈൽ ആക്രമണം തീർച്ചയായിട്ടും ഇറാനെ ഒറ്റപ്പെടുത്താനല്ലേ സഹായിക്കുള്ളൂ. ഒരു ഇസ്ലാമിക് കേസ് പോലും ഉണ്ടായി വരില്ല. അങ്ങനെയല്ലേ എന്തെങ്കിലും ഈ സ്വാധീനം ചെലുത്താൻ പറ്റും. പിന്നെ ഈ മേഖലയെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം. എന്നിട്ട് ആ കടൽ വഴിയുള്ള പിന്നെ ഹോർമുസ് കടലിടക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ എന്തെങ്കിലും തടസ്സപ്പെടുത്തണം. ആ ലോകത്ത് മൊത്തം വിലക്കയറ്റവും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരു പക്ഷേ ദാരിദ്ര്യം പട്ടിണി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ. അങ്ങനെ ഒരു ക്യാസ് വന്നു കഴിഞ്ഞാൽ ആർക്കും അതിന് ഗുണം? ആളുകൾ മോഡിക്കെതിരാവും, ആളുകൾ ഇതുപോലുള്ള ഗവൺമെൻറ്റുകൾക്കെതിരാവും. അപ്പോൾ ആർക്കാണ് അപ്പർ ഹാൻഡ് കിട്ടുക? ഒരു രാജ്യം ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വെസ്റ്റേൺ ശക്തികൾക്കാണ്. അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെ അടുത്ത ഭരണകൂടം പ്രവർത്തിക്കും. ഓക്കെ. നിങ്ങൾ വിചാരിക്കുന്നവർ ഒരു ദിവസം കൊണ്ട് വെറുതെ അങ്ങനെ അറ്റാക്ക് ചെയ്തോന്നല്ല. ഇത് പ്ലാൻ ചെയ്ത് എപ്പോൾ എങ്ങനെ വേണം, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ എന്താണെന്നൊക്കെ പഠിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല, ഈ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ദൂഷ്യം ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെ ആയിരിക്കും. ചൈന അങ്ങനെ കാണുമെങ്കിൽ പട്ടാള ഭരണകൂടമൊക്കെ ആയതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അവർ പിടിച്ചു വെക്കും. നമ്മളെ കാര്യം അതല്ല. ഒരുത്തന്നെ 10 അഭിപ്രായമാണ്. ഇത് കേരളത്തിലൊക്കെ 10,000 അഭിപ്രായമാണ്. മനസ്സിലായോ?
അപ്പോൾ ഇത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ഒരുപാട് പ്രശ്നമായി കഴിഞ്ഞാൽ ഇന്ത്യനെ ബാധിക്കും. അത് ഇവർ ഇൻഡയറക്റ്റ്ലിയാണ് തല്ല് തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ ഇങ്ങനെ തല്ലണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഫണ്ടാന്ന് പുറത്ത് കാണിക്കുന്നതുകൊണ്ട് നേരിട്ട് ഇവർ തല്ലില്ല. ഇവർ ഇൻഡയറക്റ്റ്ലി തല്ലും. എന്നിട്ട് അവസാനം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരും. കുര്യച്ചനെ പോലെയാണ് എക്കോ സിനിമയിലെ. നിങ്ങളുടെ ആവശ്യമാണെന്ന് അവർ തോന്നിപ്പിക്കും. അല്ല, ലോകമഹായുദ്ധങ്ങളിൽ ലോകം മുഴുവൻ ദുരിതമനുഭവിച്ചപ്പോൾ ലാഭം കണ്ട് മതിമറന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആണ്. അതുകൊണ്ട് യുദ്ധത്തിലൂടെ ഈ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ യൂറോപ്പ് തകർന്നു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൂർണ്ണമായി. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയ അമേരിക്കയ്ക്ക്. പിന്നെ ഈ ബ്രിട്ടനൊക്കെ തന്നെ അവരുടെ സാമന്ത ശക്തികളായി മാറി. അതെ. ഈ ഒന്നാം ലോക മഹായുദ്ധം അതിൻ്റെ മുമ്പ് യൂറോപ്പിനെ നശിപ്പിച്ച യുദ്ധങ്ങൾ മൊത്തം ഉണ്ടാക്കിയ ജൂതന്മാരാണ്. പല രാജാക്കന്മാരും പരസ്പരം അടുപ്പിച്ചിട്ട് ഒരാളെ സഹായിക്കുന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് അധികാരങ്ങൾ മേടിച്ചെടുക്കും. അങ്ങനെ ഇൻഡയറക്റ്റ്ലി ലോകം കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ മിലിറ്ററി കോംപ്ലക്സിൻ്റെ കേന്ദ്രം ജൂതന്മാരാണ്. അവർ കാശിറന്ന് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇൻഡയറക്റ്റ്ലി അമേരിക്കനെ വരെ കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. യെസ്, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് അത് ഓക്കെ, അവർക്ക് അവരുടെ രാജ്യം, അവിടെ ഒരു രാജ്യം, ഒരു അലഞ്ഞിരിഞ്ഞ ജനവിഭാഗത്തിന് ഒരു രാജ്യം വേണം, അതൊന്നൊക്കെ ഓക്കെ. പക്ഷെ അവരിപ്പം ലോകം മൊത്തം അവരുടെ കീഴിൽ കൊണ്ടുവരാറ്. അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഹിറ്റ്ലറാണ്. അതുകൊണ്ട് അയാൾ ഏറ്റവും ഭീകരനായി ചിത്രീകരിച്ചു. പിന്നെ അയാളെ കയ്യിലിരിപ്പും പ്രശ്നമായിരുന്നു, അയാൾ ചെയ്തതും പ്രശ്നമായിരുന്നു. അതാണ് കാര്യം. കുറച്ച് ജൂതന്മാരിങ്ങനെ, എല്ലാ ജൂതന്മാരും ഇങ്ങനെയല്ലല്ലോ. കുറച്ച് കച്ചവടക്കാരാണ് ചില ഫാമിലീസ്. അപ്പോൾ ഇതിൻ്റെ കാര്യം വലിയൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇതിൻ്റെ തുടർച്ചയുണ്ടാവും. ഇതിൻ്റെ തുടർച്ച എന്ന് വെച്ചാൽ ശ്രീലങ്കയിലുണ്ടായത് നിങ്ങൾ കണ്ടില്ലേ. ഇക്കോണമി എതിരാകുമ്പോൾ എക്കോണമി സഫർ ചെയ്യും, ജനങ്ങളെതിരാവും. ഇപ്പം തന്നെ മോഡിക്കെതിരെ ചെയ്യാനുള്ള സകല എപ്സ്റ്റീൻ ഫയൽ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനങ്ങൾ കൺവിൻസിങ് അല്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടും വീട്ടിൽ വരുമ്പോൾ ജനങ്ങൾ കൺവിൻസ്ഡ് ആവുള്ളൂ. മോഡി പോയാൽ എന്താ സംഭവിക്കുക? വേറെ ആളുകൾ വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്ക തന്നെ പോലെ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ കുറേ കാലം മോഡീനെ പോലെ ഒരാൾ എമേർജ് ചെയ്ത് വരണമെങ്കിൽ. അപ്പോൾ എമേർജ് ചെയ്ത് വരുമ്പോഴേക്കും അന്നപ്പം ഇത്രയും കാലം ഉണ്ടാക്കിയൊക്കെ കൊളായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. നേരിട്ട് അടി കൊടുത്തത് ഖമേനിക്കും ഇറാനുമാണ് എങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വന്ന് പതിക്കുക ഇന്ത്യയിലായിരിക്കും. ഇന്ത്യ എന്നുള്ള വലിയ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശത്രുവായിട്ടുള്ള. കാരണം ഇന്ത്യ അവരുടെ വരുതിക്ക് നിൽക്കാത്തൊരു ശക്തിയാണല്ലോ മോദി. അതാണിപ്പോൾ പ്രശ്നം. നാളെ മോഡി മറ്റേതിൽ കരാറിൽ ഒപ്പിടാന്ന് മോഡി വന്നിട്ട് ഒപ്പിട്ടില്ല. അതിന് ട്രംപ് ഓവർ സ്മാർട്ടായത് നേരം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. അയാളോട് പറഞ്ഞു. അല്ല, മോഡി ഇന്ത്യയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. പക്ഷേ മോഡി ആ കരാറിൽ ഒപ്പിടണമെന്ന് നമ്മൾ വീഡിയോ ചെയ്ത പോലെ മറ്റു വഴിയില്ല. ഇല്ലെങ്കിൽ ഒരു ഉപരോധം അത് തിരിവ് അവിടുത്തെ കോടതി ഇടപെട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ എന്തെങ്കിലും വഴി കണ്ടെത്തും. ഇപ്പം ലോകത്തൊരു എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റും. നമ്മളെ ഏറ്റവും വലിയ ശക്തി നമ്മൾ ആണവായുധമാണ്, മറ്റൊന്നല്ല. നമ്മളെ കയ്യിലുള്ള പോലുള്ള ഏതാണ് ആയുധങ്ങളൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ട്. നമ്മളെ നോർത്ത് കൊറിയനൊക്കെ അവർക്ക് പേടി എന്താ വെച്ചാൽ ആണവായുധമുണ്ട്. നമുക്കാണെങ്കിൽ ബെറ്റർ ടെക്നോളജി ഉണ്ട് ഇതൊക്കെ ഡെലിവർ ചെയ്യാനുള്ളത്. അതാണ് അവർക്കുള്ള പേടി. ഇന്ത്യൻ ഡയസ്പോറ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറനോട് കളിക്കാൻ പറ്റില്ല. അത് അമേരിക്കന് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ കൊണ്ടാണ് മോഡി ഇന്ത്യൻ ഡയസ്പോറനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ല, ഈ സമാന്തരമായി തീർച്ചയായിട്ടും അതും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇത്തരത്തിലുള്ള ഭീഷണികളെ ഇന്ത്യ മുൻകൂട്ടി കാണുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്കാർ തിരിച്ചറിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അമേരിക്ക ചില സമയത്ത് വളരെ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്? മറ്റു വഴിയില്ല. വി ഹാവ് നോ അതർ മീൻസ്. ഇവർ പറയുന്ന പോലെ നേരെ അങ്ങോട്ട് പോയിട്ട് അമേരിക്കനെ വെല്ലുവിളിച്ചവനൊക്കെ തീർന്ന്. ക്യൂബ ഏതാണ്ട് തീർന്നവരെ, ബൊളീവിയ തീർന്ന്, റഷ്യ തീർന്ന്, ചൈന പിന്നെ അന്നേ അവരങ്ങനെ ആ രീതി സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമേ അവർ നിൽക്കുന്നു. അപ്പം ഇവിടെ ആ രീതിയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല അമേരിക്കനെ. ചില കാര്യങ്ങൾ കടുംപിടുത്തം പിടിച്ച് നമ്മളെ മതത്തെയും സംസ്കാരമൊക്കെ നിലനിർത്തി ചില മേഖലകളൊക്കെ തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. അത് നശിപ്പിച്ച് കളയും. അല്ല എന്നുണ്ടെങ്കിൽ നശിപ്പിക്കാൻ ഉള്ള വാതിൽ തുറന്നു കൊടുക്കാൻ ഇന്ത്യക്കകത്ത് തന്നെ ശക്തികളുണ്ട്. ഇന്ത്യക്കുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ ശക്തിയുള്ള ഇന്ത്യയിലാണ്. നമ്മുടെ ജനാധിപത്യത്തിന് വലിയ പ്രശ്നമാണത്. ഇപ്പോൾ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ആദ്യം സപ്പോർട്ട് കിട്ടാൻ പോകുന്ന ഒരു സ്ഥലം കേരളമാണ്, 2 തമിഴ്നാടാണ്, 3 ആന്ധ്രയാണ്, 4 കർണാടകയാണ്. ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റുമാണ് ഏറ്റവും വലിയ ഭീഷണി ഇപ്പോൾ ഇന്ത്യക്ക്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ കരുത്തിനെ ചോർത്തുന്നതായിരിക്കും. അല്ല, അവർ ഇവിടെയുള്ള ആളുകളൊക്കെ പ്രശ്നം ഇവരെ ഒരു ഉട്ടോപ്പിയയിലാണ്. മറ്റേ ഒരു ദ്രവീഡിയൻ ഉട്ടോപ്പിയ. ഞങ്ങൾ പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന ഇവിടെ ഇല്ലാതാക്കിയത് ഈ പറയുന്ന ഹിന്ദുക്കളാണ്, ഹിന്ദു രാജാക്കന്മാരാണ്. അതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ വരുന്ന പണ്ടത്താണോ അല്ല, ഇവർ ഈ പറയുന്ന ക്രിസ്ത്യനാണ്. ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസാണ് തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ഇൻ ദ സെൻസ് ഈ പറയുന്ന കൺവേർട്ടഡായ ആളുകൾ ഭൂരിപക്ഷം ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസാണ്. എന്നാൽ പിന്നെ നിങ്ങൾ പണ്ടത്തെ മതത്തിലേക്ക് സൗത്ത് ഇന്ത്യൻ മതത്തിലേക്ക്. അതല്ലല്ലോ പോകുന്നത്. കേരളത്തിൽ എന്താ പ്രശ്നം?
കമ്മ്യൂണിസം തലക്ക് പിടിച്ചിട്ട് ഈ പറയുന്ന എല്ലാ ഇൻ്റർനാഷണൽസാണ്. ചൈനയിൽ എന്താ സംബന്ധിച്ചാൽ നമുക്ക് വിഷമിക്കൂ, നമ്മൾ റഷ്യയിൽ സംബന്ധിച്ചാൽ നമുക്ക് വിഷമിക്കും, ഡൽഹിയിൽ എന്താ സംബന്ധിച്ചാൽ നമുക്ക് വിഷമിക്കില്ല. ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഒരു കളിയിൽ ഇന്ത്യ തോറ്റാൽ നമുക്ക് സന്തോഷമാണ്, കാരണം മോഡി തോറ്റു. ഒരു പിന്നെ ഉപഗ്രഹത്തിൽ ചന്ദ്രനിൽ ഇറക്കിയാൽ നമുക്ക് വിഷമമാണ്, എന്തുകൊണ്ടാണ് മോഡി ജയിച്ചു. മോഡി വന്ന് പറയും വി പ്രിവൈൽ, അത് നമുക്ക് ഇഷ്ടമല്ല. ഇതൊരു പ്രോബ്ലമാണ്. ആന്ധ്രയിൽ YS രാജശേഖര റെഡ്ഡിയുടെ സമയം തൊട്ടിട്ട് അയാളെ മുഖ്യമന്ത്രിയാക്കിയത് അയാളെ ലീവ് എന്നാണ് അയാളെ വിശ്വാസം. സോണിയാഗാന്ധിയാണ് ആക്കിയത്. എന്തുകൊണ്ടാക്കിയെന്ന് ഞാൻ പറയണ്ടല്ലോ. ആ സമയം തൊട്ടിട്ട് അവിടെ അതിശക്തമായിട്ടാണ് ഈ ഇവാഞ്ചലിസ്റ്റ് സ്ഥാനങ്ങൾ വളരുന്നത്. ഒരു പുറമെ ഭയങ്കര ഭാരതം ദേശീയത എന്നൊക്കെ പറയുമെങ്കിൽ ഒരു ചാൻസ് കിട്ടി അവർ തുറന്നു കൊടുക്കും. കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന സാധനം വളരെ ശക്തമാണ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ഇതിന് ഇമ്പാക്റ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ എടുക്കാൻ പറ്റുന്നത്. സ്റ്റിൽ ഖൊമേനിയുടെ ഭരണകൂടം ഇല്ലാതാവുന്നതിന് അവിടെ ഒരു ജനാധിപത്യ സംവിധാനം, മോഡേൺ ഡെമോക്രസി വരുന്നത്, ആ രാജ്യം പുരോഗമിക്കുന്നതിനും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളായിട്ട് അവർ നല്ല ബന്ധമായിരിക്കും. കാരണം അമേരിക്കൻ ആണല്ലോ, അതിനെ അനുകൂലിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത്രയും അത്യന്താധുനിക യുദ്ധ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സാധാരണക്കാരെയും കുട്ടികളെയും ഉപദ്രവിച്ച യുദ്ധനീതിയോട് എനിക്ക് ഒരു മനുഷ്യനീതി യോജിക്കാനേ പറ്റില്ല. ഓക്കെ. ഒരു ചോദ്യം കൂടി, അതായത് അവിടെ ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ഭരണകൂടം വരികയും ആ ഭരണകൂടം അമേരിക്കയ്ക്ക് അടിപ്പെടുകയും വേണം, അല്ലേ? വേണം, എങ്കിലേ പറ്റുള്ളൂ. എങ്കിലും മാത്രമല്ല, അതങ്ങനെ അടിപ്പെട്ടിട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സ് അടിപ്പെട്ട് നിങ്ങൾക്ക് ഒരിക്കലും കുതിരമാകാൻ പറ്റില്ല. കുതിരമാകാൻ നോക്കിയാണ് സദ്ദാം ഹുസൈനൊക്കെ പറ്റിയത്. ജപ്പാൻ്റെ ഗുണം ജപ്പാൻ ഒരിക്കലും കുതിരമാകാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ജപ്പാനായി നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ എന്തൊക്കെ ജനാധിപത്യം പറഞ്ഞാലും മൈറ്റ് ഈസ് റൈറ്റ് ആണ്. ഇൻ്റർനാഷണലി ആണെങ്കിലും ലോക്കലി അത്ര അത് പോസിബിൾ അല്ല, ഇൻ്റർനാഷണലി വളരെ പോസിബിളാണ്. പക്ഷേ നമ്മൾ സ്വയം വളരണം. പക്ഷേ ടൈം എടുക്കും. അമേരിക്ക 200 വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത്. പിന്നെ അത് അവരെങ്ങനെ ആക്കിയാലും പിന്നെ 2000 വർഷത്തെ ജൂതന്മാരുടെ കഷ്ടപ്പാട്, അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ പിന്നെ കാശും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചാൽ നമ്മളിപ്പോഴും ഒരു രാജ്യമായി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. സൗകര്യം കിട്ടിയെങ്കിൽ എങ്ങനെ സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. അതെ, അവിടെയാണ് ഈ കട്ടിങ് സൗത്ത് പ്രസക്തമാകുന്നത്. ഏതായാലും ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടികൾ വളരെ ക്രൂഷ്യലാണ്. അവിടെ ഖമേനി ഭരണകൂടം അധികാരമൊഴിഞ്ഞ് മറ്റൊരു ഭരണകൂടം അവിടെ വരേണ്ടത് ആവശ്യമാണ് എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സൈനിക നീക്കത്തിലൂടെ പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കിയത് നീതീകരിക്കാനാവില്ല, മാപ്പില്ലാത്ത തെറ്റാണ് എന്നും അദ്ദേഹം ഊന്നിപ്പറയുകയാണ്. മറ്റൊന്ന്, അടി നേരിട്ട് കിട്ടിയത് ഇറാനാണെങ്കിൽ തന്നെയും ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ അനുരണനങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവർ ഇൻഡയറക്റ്റായി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകം തന്നെ നിരീക്ഷണങ്ങൾ നിരവധി വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഇന്ത്യയുടെ മേൽ പതിക്കും എന്നുള്ളത് സംബന്ധിച്ച്. ചൈനയ്ക്ക് മേലും അവർ ലക്ഷ്യം വയ്ക്കുമെങ്കിൽ തന്നെയും അവരെ അധികം അത് ബാധിക്കാനുള്ള ഇടയുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടേറെ മാനങ്ങളുള്ള ഒരു സൈനിക നീക്കമാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. അവരുടെ ഓരോ നീക്കത്തിലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ അവർ അഗ്രഗണ്യന്മാരാണ്. ചരിത്രത്തിലുടനീളം അത് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നു, ഇപ്പോഴും കാണുന്നു, ഭാവിയിലും അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ജാഗ്രതയോടെ സ്വയം വളർന്ന് ഒരു കരുത്തായി മാറുക എന്നുള്ള മോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഭീഷണികളെ എതിരിട്ട് തോൽപ്പിക്കുവാൻ ചെയ്യേണ്ടത് എന്നും ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.